ഹല്ലേലൂയ. വിശുദ്ധി നിറഞ്ഞ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അസാന്നിധ്യത്തെ സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചനം നമുക്ക് ധ്യാന വിഷയമാക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ ഹൃദയത്തിൽ പതിപ്പിക്കാം. ഭയപ്പെടേണ്ട, ഇത് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ സന്തോഷ വാർത്ത തിരിച്ചറിയുവാനും സ്വീകരിക്കുവാനും കഴിയാത്തതാണ് നമ്മുടെ ഇന്നത്തെ എല്ലാ തകർച്ചകളുടെയും പ്രധാന കാരണം. നമ്മുടെ രക്ഷ, പ്രിയ സഹോദരങ്ങളെ ഓർക്കുക, അത് കർത്താവിൽ നിന്നാണ് വരുന്നത്. എന്നാൽ ഈ സത്യം തിരിച്ചറിയാതെ നാം മറ്റു പലരിലും, പല വ്യക്തികളിലും രക്ഷ തേടുന്നുണ്ട്. മക്കളിൽ രക്ഷ കണ്ട് അവരെ നമ്മൾ വളർത്തുന്നു. അവസാനം മക്കളിൽ നിന്ന് തന്നെ കണ്ണുനീരിൻ്റെ അനുഭവം നമുക്കുണ്ടാകുന്നു. ജീവിത പങ്കാളിയിൽ രക്ഷകനെ കാണുന്നവർക്ക് അത് തന്നെ തകർച്ചയുടെ വലിയ കാരണമായി തീരും. ഇതുപോലെ ബിസിനസ്, ജോലി, കൂട്ടുകാര്, യോഗ്യത, അങ്ങനെ നമ്മുടെ ജീവിതത്തെ രക്ഷിക്കുന്ന ഘടകങ്ങളായി ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണുന്നവർക്ക് അതുതന്നെ വലിയ ദുരന്തമായി തീരുന്നു. ഹല്ലേലൂയ. നിയമാവർത്തനം 5-ാം അധ്യായം 6-7 തിരുവചനങ്ങളിൽ പറയുന്നു, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഈ കൽപ്പനയുടെ ലംഘനമാണ് എല്ലാ തകർച്ചകളുടെയും ആരംഭം. നമ്മുടെ ശുശ്രൂഷകൾ, അറിവ്, കഴിവ്, സമ്പത്ത്, ഇതൊക്കെ വിഗ്രഹമായി മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ടോ? ചിന്തിക്കാം. ഉണ്ടെങ്കിൽ ഈ സമയം അവയെ തകർത്ത് തരിപ്പണമാക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഉള്ള ഈ വിഗ്രഹങ്ങൾക്കൊന്നിനും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. രക്ഷിക്കാൻ കഴിയുന്ന ഏക വ്യക്തി, ഏക നാമം യേശു മാത്രം. യേശു മാത്രമാണ് രക്ഷകൻ. അവനിൽ സന്തോഷം കണ്ടെത്തുന്നത് വരെയും നീ രക്ഷ കണ്ടെത്തിയ ഇടങ്ങളിലെ വ്യക്തികളിലെല്ലാം നമുക്ക് അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രിയ സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:12 പറയുന്നു, മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആമേൻ. കരഞ്ഞു പ്രാർത്ഥിച്ച എല്ലാ മക്കളും, ദൈവമേ, എൻ്റെ രക്ഷകൻ നീ മാത്രമാണ്. ഞാൻ ഏറ്റുപറയുന്നു, ഞാൻ കണ്ടെത്തിയ രക്ഷകരെ എല്ലാം തകർത്ത് തരിപ്പണമാക്കണമേ. അവിടുന്ന് എനിക്ക് ആശ്വാസം തരണമേ. ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങനെ ഉള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് ഇനി പോകാതെ അങ്ങയിലേക്ക് മാത്രം പ്രതിഷ്ഠിക്കുവാൻ എന്നെ ഏറ്റെടുക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.